വിദ്യാഭ്യാസവും വിനോദവും കോർത്തിണക്കി നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത്. ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എന്നീ പ്രാഗൽഭ്യങ്ങളെ അഥവാ സ്കില്ലുകളെ വികസിപ്പിച്ച് ജീവിതത്തിലെ എല്ലാ തുറകളിലും വിജയിക്കാൻ ഈ ചാനൽ ഉപകരിക്കും. സബ്സ്ക്രൈബ്, ലൈക്ക് മുതലായവ നിങ്ങളുടെ ഇഷ്ടം പോലെ. Welcome to CSM Teach and Learn. CSM Teach and Learn എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാഠപുസ്തകത്തിലെ തെറ്റുകൾ അല്ലെങ്കിൽ ശരി പറയാത്ത പാഠപുസ്തകങ്ങൾ. പറഞ്ഞിരിക്കുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നില്ല, പക്ഷെ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി നല്ല ശരി അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മനുഷ്യനെ എന്നും ഒരു അത്ഭുതമായിരുന്നു. ആദ്യകാല മനുഷ്യൻ ഇവയെ നോക്കി പല കഥകളും മെനഞ്ഞിട്ടുണ്ട്. അതിൽ ചില കഥകൾ നമ്മൾ പുസ്തകങ്ങളാക്കി ഇന്നും ആദർശങ്ങളെ പിന്തുടരുന്നുണ്ട്. അതൊക്കെ എവിടെ നിൽക്കട്ടെ. പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രം വരുന്ന ഈ മിന്നുന്ന നക്ഷത്രങ്ങൾ എന്താണെന്നുള്ള അന്വേഷണ ത്വര മനുഷ്യന് പണ്ടുപോലെ ഉണ്ടായി. അതിന്റെ ഭാഗമായി അവൻ ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യമായി. എന്നാൽ ഇതിൽ വിരലിലുണ്ടാവുന്ന ചില നക്ഷത്രങ്ങൾ മിന്നുന്നില്ല. അവ തെളിഞ്ഞു തന്നെ നിൽക്കും. മിന്നുക എന്ന് പറയുന്നത് ട്വിങ്കിളിങ് അല്ലെങ്കിൽ കെടുക തെളിയുക എന്ന രീതിയിൽ അതിനുണ്ടാകുന്ന പ്രകാശത്തിന്റെ ഇന്റൻസിറ്റിക്ക് വരുന്ന മാറ്റം. ഈ അഞ്ചെണ്ണങ്ങൾ അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഇവയെ പ്ലാനറ്റുകൾ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുന്നവ എന്ന അർത്ഥം തന്നെ. പിന്നീട് നമ്മൾ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇവ ഭൂമിയെ പോലെ സൂര്യന് ചുറ്റും കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റുകളാണ് എന്ന് മനസ്സിലാക്കി. പക്ഷെ നമ്മളുടെ പ്രശ്നം അതല്ല. ഇവ എങ്ങനെ മിന്നുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളിൽ ചില തെറ്റുകൾ കടന്നുപിടിക്കുന്നു. അതിലൊന്നാണ് ഇനി പറയാൻ പോകുന്നത്. നക്ഷത്രങ്ങൾ വളരെ അകലെയുള്ള സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളാണെന്നും അവയുടെ ദൂരം കാരണം അവയെ നമ്മൾ കാണുന്നത് വളരെ ചെറുതായിട്ടാണെന്നും ഇന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ പോയിന്റ് സോഴ്സുകൾ ആയിട്ടാണ് പരിഗണിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് അഥവാ NCERT എന്ന സ്ഥാപനമാണ് ഇന്ത്യയിലെ CBSE സ്കൂളുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതും ഡിസൈൻ ചെയ്യുന്നതും. അപ്പോൾ ഇന്ന് CBSE സ്കൂളുകളിൽ ഗ്രേഡ് 10 അതായത് ക്ലാസ് 10 10ാം ക്ലാസ്സിൽ സയൻസ് പുസ്തകത്തിലെ ഒരു തെറ്റാണ് ഇവിടെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്. ഗ്രേഡ് 10 സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 194 194 പേജ് അതിൽ പറഞ്ഞിരിക്കുന്നത് ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് എന്നതിന്റെ വിശദീകരണമാണ്. ഇത് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തെ ഒരു ഭാഗമാണ്. ഈ പുസ്തകത്തിന്റെ പേജ് അങ്ങനെ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ ഇവിടെ കാണിക്കാൻ നിർവാഹമില്ല. കാരണം അതിന് കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്. NCERTയുടെ എല്ലാ പേജുകൾക്കും എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും കോപ്പിറൈറ്റ് ആക്ട് ഉള്ളതുകൊണ്ട് അതിന്റെ റീക്രിയേറ്റഡ് വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന ചിത്രവും അതിന്റെ വിശദീകരണവും ഇവിടെ പറയാം. ചിത്രം ഞാൻ റീക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൽ ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് എന്ന ഭാഗം വിശദീകരിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഈ പറയുന്ന പോലെയാണ്. പദാനുഗത പരിഭാഷയല്ല. കാരണം പദാനുഗതം വളരെ വികല്പമായ പരിഭാഷയായി പോവും. ആശയം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നാലും അന്തരീക്ഷ ആവർത്തനമാണ് മിന്നുന്നതിന്
കാരണം അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന നക്ഷത്രപ്രകാശം തുടർച്ചയായ അബോർഷൻസിന് അല്ലെങ്കിൽ റിഫ്രാക്ഷന് വിധേയമാകും. ഇതിന് കാരണം ക്രമാനുഗതമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഈ ക്രമാനുഗതമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷത്തിന്റെ ലെയർ അല്ലെങ്കിൽ സ്ഥലം വളരെ ഡെൻസിറ്റി കുറഞ്ഞ എയർ, അതിന് താഴെ ഗ്രാവിറ്റി കാരണം കുറച്ചുകൂടി ഡെൻസിറ്റി കൂടിയ എയർ വരും, അതിന് താഴെ കുറച്ചുകൂടി ഡെൻസിറ്റി കൂടി വരും. അങ്ങനെ ഏറ്റവും ഡെൻസിറ്റി കൂടിയ എയർ വരുന്നത് ഭൂമിയുടെ തൊട്ട് നിൽക്കുന്ന ലെയറിലാണ്. അപ്പൊ ഈ ഡെൻസിറ്റി ചേഞ്ച് കാരണം ക്രമാനുഗതമായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആവും. ഏറ്റവും മുകളിൽ ഏറ്റവും കുറച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിനേക്കാൾ കൂടുതൽ താഴെ, അതിനേക്കാൾ കൂടുതൽ താഴെ, അതിനേക്കാൾ കൂടുതൽ. ഇതൊരു ക്രമാനുഗതമായ വ്യത്യാസം അല്ലെങ്കിൽ ചേഞ്ച് ആവും. ഇങ്ങനെ അപ്പോൾ ഇതിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന ഒരു പ്രകാശം തുടർച്ചയായി വളയും. ഇങ്ങനെ വളഞ്ഞാണ് നമ്മുടെ കണ്ണിരിക്കുന്നത്. ഇതുമൂലം നക്ഷത്രത്തിനെ നമ്മൾ കാണുന്നത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തല്ല. ചിത്രവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചിത്രത്തിൽ ഇങ്ങനെ വളഞ്ഞു വരുന്ന പ്രകാശം നേരെ മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ കാണുന്ന പൊസിഷനിലാണ് നക്ഷത്രത്തിനെ കാണിച്ചിരിക്കുന്നത്. ഹൊറൈസണിന് അടുത്തുള്ള നക്ഷത്രം അല്പം ഉയർന്നായിരിക്കും നമ്മൾ കാണുക. എന്നാൽ ഈ കാണുന്ന നക്ഷത്രത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ അപ്പാരന്റ് പൊസിഷൻ സ്ഥിരമല്ല, ഇത് മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റാറുകൾ വളരെ ദൂരെ ആയതിനാൽ ഇത് പോയിന്റ് ലൈറ്റ്സ് ആയി ആണ് കാണപ്പെടുക. ഇങ്ങനെ പ്രകാശം വളയുന്നത് കൊണ്ട് നക്ഷത്രത്തിന്റെ സ്ഥാനം ഉള്ളിൽ കളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ വീഴുന്ന പ്രകാശത്തിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. ഇതാണ് പുസ്തകത്തിലെ വിശദീകരണം. ഇനി ഇങ്ങനെയാണ് വിശദീകരണമെങ്കിൽ ചില ചോദ്യങ്ങൾ, നമ്മളുടെ ചാനൽ ക്രിട്ടിക്കൽ തിങ്കിങ് ആയതുകൊണ്ട് ചില ചോദ്യങ്ങൾ അതിനോടൊപ്പം ചോദിക്കാൻ ശ്രമിക്കുക. അവ ഇങ്ങനെയാണ്: നേരെ തലയ്ക്ക് മുകളിലുള്ള നക്ഷത്രത്തിലെ പ്രകാശം എല്ലാ ലെയറുകൾക്കും ലംബമായിട്ട് കടന്നു വരുന്നത് കൊണ്ട് ഇവയ്ക്ക് അപവർത്തനം സംഭവിക്കില്ല. അപ്പോൾ നേരെ തലയ്ക്ക് മുകളിലുള്ള നക്ഷത്രത്തിന്റെ സ്ഥാനത്തിന് ഈ അപ്പാരന്റ് പൊസിഷൻ ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ആ നക്ഷത്രം തുള്ളിക്കളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സിംഗിൾ ചെയ്യാൻ പാടില്ല. പക്ഷേ പ്രായോഗികമായി നമ്മൾ നോക്കിയാൽ നേരെ തലയ്ക്ക് മുകളിലുള്ള നക്ഷത്രവും സിംഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം ബോധ്യപ്പെടാം: ഈ പറഞ്ഞ വിശദീകരണം അല്ല സിംഗിൾ ചെയ്യാൻ കാരണം. അപ്പോൾ പിന്നെ എന്താണ്? അതാണ് അടുത്ത പ്രശ്നം. ശരിക്കും സംഭവിക്കുന്നത്, ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലോട്ട് കടക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂടും കാറ്റും കൊണ്ട് അന്തരീക്ഷത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റാൻഡമായിട്ട് ചേഞ്ച് ആവും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ടർബുലൻസ് ഉണ്ടാകും. ഈ ടർബുലൻസ് കാരണം പ്രകാശം ഇങ്ങനെ ഏതാണ്ട് സിക്സാഗ് പോലെ പല ആംഗിളിൽ പല സമയത്ത് പല ആംഗിളിൽ ചെരിഞ്ഞും മറിഞ്ഞും സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ കണ്ണിൽ എത്തുക. ഇതിന് നേരത്തെ പറഞ്ഞ ഈ വളവ് ഉണ്ടെങ്കിലും ഇങ്ങനെ കുത്തനെയാണെങ്കിലും ഈ ടർബുലൻസിന്റെ ചേഞ്ച് അവിടെ ഉണ്ടാവും. അപ്പം നക്ഷത്രത്തിന്റെ പ്രകാശങ്ങൾ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് നമ്മുടെ കണ്ണിലേക്ക് വരിക. ഇതിന് പറ്റുന്ന ഒരു ചിത്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ പോയിന്റ് സോഴ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രകാശം നമ്മുടെ കണ്ണിൽ വീഴും, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ വീഴാതെ മൂക്കിലോ നെറ്റിയിലോ താടിയിലോ എവിടെയെങ്കിലും ആയിരിക്കും വീഴുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പ്രകാശം വീഴുന്ന സമയത്ത് നമ്മൾ നക്ഷത്രത്തിനെ കാണും, അല്ലെങ്കിൽ തെളിഞ്ഞ് കാണും, ശോഭയോടെ കാണും. പ്രകാശം വീഴാത്ത സമയത്ത് നക്ഷത്രം കെട്ടത് പോലെ. നക്ഷത്രത്തിൽ നിന്നും വേറൊരു പോയിന്റിൽ നിന്നും പ്രകാശം വരുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ പ്രകാശം ആ സമയത്ത് നമ്മുടെ കണ്ണിൽ വീണാണ്. പക്ഷെ നക്ഷത്രം ഒരു പോയിന്റ് സോഴ്സാണ്, അതുകൊണ്ട് മറ്റൊരു സമയത്ത് ഇതിന് കണ്ണിലേക്ക് വീഴാനുള്ള പ്രകാശരശ്മി വരാൻ പറ്റില്ല. എന്നാൽ പ്ലാനറ്റുകൾ നക്ഷത്രങ്ങളെക്കാൾ കുറച്ചുകൂടെ വലുതായിട്ടാണ് നമ്മൾ കാണുക. അല്ലെങ്കിൽ ഒരു പോയിന്റ് സോഴ്സ് അല്ല, ഒരു ചെറിയ ഡിസ്ക വട്ടത്തിലാണ്. അപ്പൊ അതിന്റെ മറ്റൊരു ഭാഗത്ത് വരുന്ന പ്രകാശം ഈ സമയത്ത് നമ്മുടെ കണ്ണിൽ വീഴുന്നതുകൊണ്ട് ഈ ട്വിങ്ക്ലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് പ്ലാനറ്റുകൾ ട്വിങ്കിൾ ചെയ്യാതിരിക്കാൻ, നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യാനുള്ള കാരണം. ഇവിടെ ഈ പുസ്തകത്തിലെ ചിത്രസഹിതം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ധാരണ ലെയറുകളിലെ ചേഞ്ചാണ്
ടിങ്കിളിങ്ങിന് കാരണമെന്നും ചൂടും കാറ്റും മൂലമുണ്ടാകുന്ന ടർബുലൻസ് അല്ല കാരണമെന്നും വരും. ഇതാണ് ഇവിടെ തെറ്റായ ധാരണ ഉണ്ടാക്കുന്ന ഭാഗം. അല്ലെങ്കിൽ രണ്ടാമത്തെ പേജിലും ഇതുപോലെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൊറൈസൺ അല്ലെങ്കിൽ നേരത്തെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന, ഉദയം നേരത്തെ കാണുകയും അസ്തമയം താമസിച്ച് കാണുകയും ചെയ്യുന്ന സൂര്യന്റെ പ്രതിഭാസത്തിനെ വിശദീകരിക്കുന്ന ഒരു ചിത്രം കൊടുത്തു. വിശദീകരണം വലിയ തെറ്റില്ല, പക്ഷെ ആ ചിത്രം തെറ്റാണ്. ഹൊറൈസൺ എന്ന് പറയുന്ന വര അല്ലെങ്കിൽ ആ അതിര് ഭൂമിയും ആകാശവും വേർതിരിക്കുന്ന അതിരാണ്, ചക്രവാളം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചക്രവാളമായിട്ട് കാണുന്ന അതിന്റെ താഴെ അല്ലെങ്കിൽ ആ നമ്മളിങ്ങനെ ചക്രവാളത്തേക്ക് നോക്കിയിട്ട് തല ഇങ്ങനെ കീഴ്പോട്ട് താഴ്ത്തിയാൽ നമ്മൾ കാണുന്നത് ഭൂമിയുടെ ഭാഗമായിരിക്കും. ചക്രവാളത്തിൽ നിന്ന് മുകളിലോട്ട് പൊക്കിയാൽ നമ്മൾ കാണുന്ന ആകാശത്തിന്റെ ഭാഗമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ കീഴ്പോട്ട് നോക്കി 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 വന്നാൽ ചക്രവാളം വരെ ആകാശം കാണും, ചക്രവാളത്തിന് ശേഷം ഭൂമി കാണും. നമ്മൾ സമുദ്ര തീരത്താണ് നിൽക്കണമെങ്കിൽ ചക്രവാളത്തിന് ശേഷം നമ്മൾ സമുദ്രമായിരിക്കും കാണും. പക്ഷേ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഹൊറൈസൺ നീട്ടി വരച്ചാൽ, ഞാൻ ചുമന്ന വര കൊണ്ട് അത് നീട്ടിയിട്ടുണ്ട്, അതിന്റെ താഴത്തുകൂടി നോക്കിയാലും നമ്മൾ ആകാശം കാണും. യഥാർത്ഥത്തിൽ ചക്രവാളം എന്ന് പറയാൻ നമ്മുടെ കണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വര ഭൂമിയിൽ തൊട്ട് സഞ്ചരിക്കുന്ന വരയാണ്. ഭൂമിയിലെ ടാൻജന്റ് ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം, സ്പർശരേഖ. അപ്പൊ ഞാൻ നീല വര കൊണ്ട് യഥാർത്ഥ ചക്രവാളം ഹൊറൈസൺ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ ചിത്രത്തിൽ തെറ്റ്. ചെറിയ തെറ്റല്ലേ എന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പഠിപ്പിക്കുന്ന പുസ്തകമാണ്, അല്പം പോലും തെറ്റ് കടന്നുകൂടാൻ പാടില്ല. ഇത് ഞാൻ ഇവിടെ ചർച്ച ചെയ്തത് നമ്മളുടെ വിഷയം ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ഏത് കാര്യത്തിനെയും സസൂക്ഷ്മം പരിശോധിക്കുക, അതിന്റെ വിശദീകരണം സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണമായതുകൊണ്ടാണ് ഇവിടെ അത് ഇട്ടിരിക്കുന്നത്. താങ്ക് യു.